ഇൻവെസ്റ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉരുക്കിനെ വെല്ലും ഉൾക്കരുത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചതാണ് LDFന്റെ മദ്യനയമെന്ന് VS. അധികാരത്തിൽ വന്നാൽ ഒറ്റ ബാറും തുറക്കില്ല. സുധീരന് തന്നോടുള്ളത് സ്നേഹരോഗം. VS ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ജനം തള്ളിയതെന്ന് ഉമ്മൻചാണ്ടി. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ. 27-ന് കേസ് വീണ്ടും പരിഗണിക്കും. രാഷ്ട്രപതി ഭരണം അതുവരെ പിൻവലിക്കില്ലെന്ന് കേന്ദ്രം ഉറപ്പു നൽകണം. വിധിപ്പകർപ്പ് പോലും വരുന്നതിന് മുൻപ് ഹരീഷ് റാവത്ത് മന്ത്രിസഭായോഗം ചേർന്നതിൽ ഗവർണർക്ക് അതൃപ്തി. ശബരിമല സ്ത്രീ പ്രവേശനം ഭരണഘടനയും വിശ്വാസവും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് കേസിനെ ബാധിക്കില്ല. ആർത്തവത്തിന്റെ പേരിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ അന്തസ്സിന് മേലുള്ള കടന്നുകയറ്റമെന്ന് അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ. ഒമാനിൽ മലയാളി നഴ്സ് ചിക്കു റോബർട്ട് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ അയൽവാസിയായ പാക് സ്വദേശിയും ഭർത്താവും കരുതൽ കസ്റ്റഡിയിൽ. ഒമാനിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഉടൻ നടപടി. കിനാലൂർ എസ്റ്റേറ്റിലെ 2800 ഏക്കർ ഭൂമി മുറിച്ചുവിറ്റ സംഭവത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ്. നടപടി മുൻ ജില്ലാ കളക്ടറടക്കം 17 പേർക്കെതിരെ. പാട്ടഭൂമി മുറിച്ചുവിൽക്കുന്നത് ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ലംഘനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KM മാണി, കുമ്മനം രാജശേഖരൻ, K മുരളീധരൻ തുടങ്ങിയ പ്രമുഖർ ഇന്ന് പത്രിക നൽകി. പത്രികാ സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ ഇന്ന് 11 മണി മുതലാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ V മുരളീധരനാണ് ആദ്യം പത്രിക സമർപ്പിച്ച പ്രമുഖരിൽ ഒരാൾ. രാഹുകാലത്തിന് പോലും കാത്തുനിൽക്കാതെയായിരുന്നു V മുരളീധരന്റെ പത്രികാ സമർപ്പണം. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം KM മാണി പറഞ്ഞു. പ്രതീക്ഷയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, എങ്കിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരണത്തുടർച്ചയുണ്ടാവും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരളത്തിനൊരു ബദൽ രാഷ്ട്രീയ ശക്തിയാണ് NDA എന്ന് സർവ്വ രാഷ്ട്രീയ നിരീക്ഷകന്മാരും വസ്തുനിഷ്ഠമായി സത്യസന്ധമായി രാഷ്ട്രീയ സ്ഥിതികളെ നിരീക്ഷിക്കുന്നവരും വിലയിരുത്തുന്നവരുമെല്ലാം ഒരുപോലെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കും. LDFും UDFും ഇറക്കിയ പ്രകടന പത്രിക തന്നെ കേരളത്തെ പിന്നോട്ട് നയിക്കുന്നതാണ്. സഹോദരങ്ങളായ K മുരളീധരനും പത്മജ വേണുഗോപാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരേ ദിവസം തന്നെ തെരഞ്ഞെടുത്തതും കൗതുകമായി. ബഹുമതിനമായ ഇന്ന് മരത്തൈ നട്ടുകൊണ്ടാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. നിയമസഭാ സ്പീക്കർ N ശക്തൻ കാട്ടാക്കടയിലും തൃക്കരിപ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M രാജഗോപാലും മഞ്ചേശ്വരത്ത് CH കുഞ്ഞമ്പുവും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം. കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകളും അവകാശവാദങ്ങളും പങ്കുവയ്ക്കാൻ ശ്രീ A സമ്പത്ത് CPIM, ശ്രീ A ഷുക്കൂർ കോൺഗ്രസ്, ശ്രീ JR പത്മകുമാർ BJP, രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ A സജീവൻ എന്നിവരും. ആദ്യം ശ്രീ A സമ്പത്ത്, ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ 17 പേർ ഇന്ന് ആദ്യത്തെ ദിവസം നോമിനേഷൻ സമർപ്പിച്ച് കഴിയുന്നു. ഈ വേളയിലുള്ള പ്രതീക്ഷ എന്താണ്? പ്രചരണ രംഗത്ത് മുന്നിലാണ് എന്ന ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ത്? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നതാണ് ഒന്ന്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുന്നത്, ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഈ നാടും ചർച്ച ചെയ്യേണ്ടതും ഞാനിവിടെ നമ്മുടെ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നതും, ഒന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും ഭീകരമായി മാറിയിട്ടുള്ള അഴിമതിയാണ്. 2, ഈ ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയാണ്. 3, നമ്മുടെ നാട്ടിൽ വല്ലാതെ വ്യാപിപ്പിക്കാനായി BJPയും RSSും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വർഗീയതയാണ്. ഇവിടെ വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ കേരളം എക്കാലവും മുമ്പന്തിയിൽ നിന്നിട്ടുള്ളത് ഇന്ത്യക്ക് തന്നെ പലപ്പോഴും മാതൃകയായ നിലയിൽ ഒരു മതനിരപേക്ഷതയും സമുദായ മൈത്രിയും നാം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഈ ആഘോഷങ്ങൾക്കുള്ള അതിൻ്റെ ആ ഒരു ആഹ്ലാദവും സന്തോഷവും പങ്കുവയ്ക്കുകയും ദുഃഖങ്ങൾ പോലും അങ്ങനെ പങ്കുവയ്ക്കുകയും അത്താണിയാകുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുക.
ഞാനിവിടെ അഴിമതിയെ സംബന്ധിച്ച് ഇവിടെ എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. ഇവിടെ ഈ ഗവൺമെൻറ്റിലെ ഏത് മന്ത്രിയെയാണ് ഒരു കോൺഗ്രസ് നേതാവിന് സ്വന്തം മക്കളുടെ മുമ്പിൽ ഒരു പടമെടുത്ത് കാണിച്ചിട്ട് മകളെ നീ ഇന്നാരെ പോലെ ആവുക, റോൾ മോഡൽ ആവുക എന്ന് പറയാൻ കഴിയുക ഏത് മന്ത്രിയെ കാട്ടിയിട്ടാണ്? കെടുകാര്യസ്ഥതയെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ് പരവൂരിലെ വെടിക്കെട്ട് ദുരന്തമുണ്ടായത്. അതിനെ സംബന്ധിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ, ആ ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഇവിടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിവേദനം നൽകുന്നതിന് വേണ്ടി ഇന്ന് വരെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരുടെ ഒരു ഉന്നതതല സംഘം ഒരു സർവകക്ഷി പ്രതിനിധി സംഘമായി, അതല്ല എങ്കിൽ LDF UDF MPമാരെ കൂട്ടായി നയിച്ചുകൊണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ന് ഈ ചർച്ച നടക്കുന്നത് ഏപ്രിൽ 22-ാം തീയതിയാണ്. ഞാൻ ഇവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മണ്ഡലത്തിലെ 22 പേർ ഇതുവരെ മരണപ്പെട്ടതിൽ ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട ചിലരുടെ വീടുകളിൽ പോയിട്ടാണ് ഞാനിവിടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഓടിയെത്തുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചതായിട്ടുള്ള ധനസഹായത്തിൽ ഈ ധനസഹായം ഇതിൽ ആരുടെ വീട്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത്? അഴിമതി, കെടുകാര്യസ്ഥത ഇവ രണ്ടും തെരഞ്ഞെടുപ്പ് അജണ്ടയാകും മുഖ്യമായി എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. മറ്റു വിഷയങ്ങളിലേക്ക് വിശദമായി വരാം. ശ്രീ എ സമ്പത്ത്, നമുക്ക് കോൺഗ്രസിന്റെ പ്രതികരണം അറിയേണ്ടതുണ്ട്. ശ്രീ എ ഷുക്കൂർ, കോൺഗ്രസിന്റെ വസ്തുനിഷ്ഠമായ പ്രതീക്ഷ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട? നിങ്ങളുടെ ആത്മവിശ്വാസം എന്തിലാണ്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. യാതൊരു സംശയം വേണ്ട. നമുക്കറിയാം, കുറേ കാലമായി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം തുടങ്ങി ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങളും നാട്ടിലുണ്ടായ ജനക്ഷേമ പദ്ധതികളുടെ നിർവഹണവും അതിൽ ജനങ്ങൾക്കുണ്ടായ താല്പര്യവും ജനങ്ങളുടെ റെസ്പോൺസും ഒക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ ഭരണകാലഘട്ടത്തിലെ അന്നത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളും അന്നുണ്ടായ സാഹചര്യങ്ങളും അന്നത്തെ നിഷ്ക്രിയത്വവും 3 മാസം ഭരണം തീരാൻ പോയപ്പോൾ ഉണ്ടാക്കിയ ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും എല്ലാം ജനങ്ങൾ വിലയിരുത്തി. 2006 ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ UDF ജയിക്കുന്നതാണ് കണ്ടത്. സമ്പത്തിന് ഈ യാഥാർത്ഥ്യം അറിയാം. അപ്പോൾ ബോധപൂർവം സമ്പത്ത് അഴിമതി, അങ്ങനെ അഴിമതിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതി ലാവ്ലിൻ അഴിമതിയാണ്. ലാവ്ലിൻ അഴിമതി ഒരു കോടതിയിലും വാദത്തിന് പോലും തയ്യാറല്ല, വിചാരണ പാടില്ല എന്ന് പറയുന്ന ഒരു സംഘം നിൽക്കുകയാണ്. അപ്പോൾ അഴിമതിയുടെ കാര്യം, പിന്നെ നിഷ്ക്രിയത്വത്തിന്റെ തടവറയിലാണെങ്കിൽ അഴിമതി ആരോപണം ഉണ്ടാകില്ല. സജീവമാകുമ്പോൾ, വികസനം നടക്കുമ്പോൾ, നാട്ടിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകാം. ആ ആരോപണങ്ങൾ നിയമത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ച് നിയമനിർവഹണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വരവേൽക്കുന്ന അവസ്ഥയാണ് സാധാരണ ഭരണാധികാരികൾ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ഈ അഴിമതി പറയുന്നവർ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. എന്തേ അതിനെക്കുറിച്ച് പറയാത്തത്? അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ടവരെ, ആദ്യമായി ശിക്ഷിക്കപ്പെട്ട ആളെ അഴിമതിയുടെ പേരിൽ കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നത്? എന്തെല്ലാമായിരുന്നു അച്യുതാനന്ദനെ ഇന്നത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി? എന്താ ഞാൻ അറക്കുന്ന വാക്കുകൾ പറയാൻ വീണ്ടും വ്യക്തമാണ്. അഴിമതി, നിഷ്ക്രിയത്വം എന്നീ 2 ആരോപണങ്ങൾക്കും താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. BJPയുടെ പ്രതീക്ഷ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ശ്രീ JR പത്മകുമാർ, 2 റൗണ്ട് കഴിഞ്ഞല്ലോ, ഇനി വളരെ തിരക്കുള്ള 24 ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. BJP കൃത്യമായ കണക്കുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇത്തവണ കേരള നിയമസഭയിൽ BJPക്ക് ഒരു MLA ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമോ? എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന കണക്ക്? അല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന കണക്ക്, കേരളത്തിലെ 2 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10-60 വർഷക്കാലമായി അനുഭവിച്ച അവർ എന്താണ് ആ മുന്നണികളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു ബൈപ്പോളർ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി ഒരു മൂന്നാമതായി ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു സംവിധാനം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റം പ്രകടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് 71+
ആളുകളെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് നോമിനേഷൻ്റെ തുടക്കമേ ഇന്നായിട്ടുള്ളൂ. നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനവും പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഔദ്യോഗികമായ തുടക്കം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. നേതാക്കന്മാർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും BJP കേരളത്തിൽ മറ്റു മുന്നണികളോടൊപ്പം ജനങ്ങളുടെ അഭിമുഖീകരിക്കുകയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഉപരിതലത്തിൽ തരംഗമോ ഓളമോ ഒന്നും കാണാനില്ല, വളരെ ശാന്തമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗം. ഈ പ്രചരണ രംഗത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് മേൽക്കൈയുള്ള സാഹചര്യമുണ്ടോ? പ്രകടമായിട്ട് തരംഗങ്ങളൊന്നുമില്ല, അത് വ്യക്തമാണ്. പക്ഷേ ജനങ്ങൾ ഇതിനകം തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥികളായി, പോസ്റ്ററുകളായി, ഫ്ലെക്സ് ബോർഡുകളായി, ശബ്ദമലിനീകരണം മാത്രമേ തുടങ്ങാനുള്ളൂ. അതിപ്പോൾ ഏത് സെക്കൻഡിൽ വേണമെങ്കിൽ തുടങ്ങിയേക്കാം. ഭയപ്പെടുന്നുണ്ട്. ഞാൻ ഇന്നലെ തോപ്പുംപടിയിൽ ലീനസ് എന്ന് പറഞ്ഞ ഒരു റിബൽ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനം അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നത് കേട്ടു. അത് ഒഴിച്ചാൽ ഇതുവരെ എങ്ങും കേട്ടില്ല. എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തും ഈ ശബ്ദമലിനീകരണം ആരംഭിച്ചിട്ടില്ല. പക്ഷേ പ്രകടമായിട്ട് ഒരു തരംഗമില്ലെങ്കിലും ഇടതുമുന്നണിക്ക് ചെറിയ ഒരു മുൻകൈയുണ്ട്. ഇവിടെ സമ്പത്ത് പറഞ്ഞ പോലെ അതിഭയങ്കരമായ ഒരു ഭൂരിപക്ഷമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊന്നുള്ള രാഷ്ട്രീയ സാഹചര്യവുമില്ല. UDF സർക്കാരിനെതിരായിട്ടൊരു വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് അഴിമതി, കെടുകാര്യസ്ഥത, അദ്ദേഹം പറഞ്ഞ പോലെ സമുദായ പ്രീണനം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഒക്കെ കവച്ചു വയ്ക്കുന്ന കോട്ടങ്ങൾ, ഭയാനകമായ കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴും പിന്നെ VM സുധീരൻ തന്നെ അവിശ്വാസം രേഖപ്പെടുത്തിയ ആളുകൾ വീണ്ടും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിലും ഒരു അപകടം സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സാധാരണ ഇപ്പോൾ 96-ലോ അല്ലെങ്കിൽ 2006-ലോ ഒക്കെ ഉണ്ടായത് ഈ UDF സർക്കാരിൻ്റെ കോട്ടം = LDFൻ്റെ നേട്ടം എന്നുള്ളതായിരുന്നു. ഇത്തവണ അതിന് ഒരു പുതിയ അവകാശി കൂടി വന്നിരിക്കുന്നു. BJP കുറേയേറെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതും അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ ഈ സാമുദായിക ഭിന്നത വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഘടകം. അതാണ് ഈ സമുദായ ഭിന്നത അല്ലെങ്കിൽ സമുദായ ധ്രുവീകരണം ഏത് രീതിയിലായിരിക്കും വർക്കൗട്ട് ആവുക. BJP എത്ര സീറ്റ് ജയിക്കുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ 1-2 സീറ്റ് ജയിക്കാം, ചിലപ്പോൾ ഒരു സീറ്റും ജയിച്ചില്ലാതിരിക്കാം. ഒരു സീറ്റും ജയിച്ചില്ലാന്ന് വിചാരിച്ചോളൂ. എന്നാലും ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ അത് എവിടെ നിന്നായിരിക്കും ഭിന്നിപ്പിക്കുന്ന? ഇപ്പോൾ ഒരു 5000 വോട്ട് കിട്ടുന്നത് 10000 വോട്ടാവുന്നത് വലിയ കുഴപ്പമില്ല. അതിന് മേപ്പോട്ടേക്ക് പിടിക്കുകയാണെങ്കിൽ 5000 വോട്ട് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ ഒരു മണ്ഡലത്തിൽ ഇത്തവണ 20000 25000 വോട്ട് പിടിക്കുകയാണെങ്കിൽ എന്നാലും അവർ ജയിക്കില്ല. പക്ഷേ അവർ ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ എത്ര ഭിന്നിപ്പിക്കും? എവിടെ നിന്ന് ഭിന്നിപ്പിക്കും? രണ്ട് ഭാഗത്ത് നിന്ന് ഭിന്നിപ്പിക്കും. എവിടെ നിന്ന് കൂടുതൽ ഭിന്നിപ്പിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത് നിർണായകമായിട്ടുള്ള. തീർച്ചയായും. ശ്രീ A. സജീവൻ, സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ശീലം ഭരിക്കുന്ന സർക്കാരിനോടൊരു വിപ്രതിപത്തി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ വിപ്രതിപത്തിയുടെ അവകാശി ഇത്തവണ ഒറ്റയാളല്ല. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ശരിയായി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ശ്രീ JR പത്മകുമാറും അത് പറഞ്ഞു. ഇരുധ്രുവ രാഷ്ട്രീയം എന്നുള്ളത് പൂർണ്ണമായും അങ്ങനെ തന്നെ തുടരുകയല്ല. കേരളത്തിൽ BJP ഒരു മൂന്നാം ശക്തിയായി ഉദയം കൊണ്ട സാമുദായികമായ ഇക്വേഷനുകൾ കുറെ കൂടി അവർക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണ് ഉള്ളത്. അതുകൊണ്ട് കേരളം അതിൻ്റെ ശീലം അതേപടി തന്നെ ആവർത്തിക്കും എന്ന് നമ്മൾ കരുതണോ? അല്ല, ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, LDFന് ആണ് ഭരിച്ചുകൊണ്ട് ഇരിക്കുന്നതെങ്കിൽ അടുത്ത UDFൻ്റെ ഭരണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. ഇത്തവണയും അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അപ്പോൾ പത്മകുമാർ പറഞ്ഞ പോലെ 70 സീറ്റ് പ്ലസ് എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് ആശിക്കാനൊക്കെ വകയുണ്ട്. കാരണം നമ്മൾ ആരുടെയും ആശയം അല്ലെങ്കിൽ താല്പര്യങ്ങളെ ഒന്നും ഹനിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവർക്ക് മോഹിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെയുള്ള കാര്യം ഈ പറയുന്ന രൂപത്തിൽ അവർക്ക് കുറേ അവർ വോട്ട് ഷെയർ കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അവരുടെ വോട്ട് ഷെയർ കൂടാനുള്ള സാധ്യതയുണ്ട്. BDJSൻ്റെ വക കിട്ടാവുന്ന കുറച്ച് സീറ്റുകളുമുണ്ട്. അത് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് അവർ ഈ പറയുന്ന പ്രതീക്ഷിക്കുന്ന ഇത് 71 ആണെങ്കിൽ പോലും 2 സീറ്റിനുള്ള സാധ്യത അവർക്ക് നേരത്തെ തന്നെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെല്ലാം മഞ്ചേശ്വരത്തും നേമത്തൊക്കെ അവർക്ക് നേരത്തെ തന്നെ വിചാരിച്ചാൽ ജയിക്കാമായിരുന്നു. പക്ഷേ ഇക്കാലയും അത്രയായിട്ടും ഈ വിജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പലപ്പോഴും വോട്ട് മാറ്റിക്കൊടുക്കുന്ന ഏർപ്പാടാണല്ലോ പലപ്പോഴും നടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് CK പത്മനാഭനെ ദയനീയമായി തോൽപ്പിച്ച ഒരു പരാജയത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. അതേപോലെയുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ BJPക്ക് കുറച്ച് സീറ്റ് വേണം. അത് 2 സീറ്റ് അവർക്ക് കിട്ടുന്നുള്ള ഉറപ്പായിട്ട് അവർ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അവർ മറ്റു രീതിയിലുള്ള നിലപാടുകൾ, അവർക്ക് 2021 ജയിക്കണം, 2021 ഭരിക്കണം. അതിന്റെ ഒരു തന്ത്രം ഇപ്പോഴും മെനയുന്നുണ്ടോ എന്നുള്ള അതിന്റെ കർട്ടൻ റൈസർ ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് താങ്കൾ കാണുന്നത്. നമുക്കിനി കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ എ സമ്പത്ത്, താങ്കൾ സൂചിപ്പിച്ചു അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് അജണ്ട എന്ന്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കാൻ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വ്യവഹാര വിഷയമായി മദ്യത്തെ കൊണ്ടുവരാൻ UDF ഫലപ്രദമായി കഴിഞ്ഞിരിക്കുന്നു. CPIM-ലും ഇടതുമുന്നണിയിലും ഭിന്നതയുണ്ട്, അത് ചർച്ച ചെയ്യും എന്നുള്ള നിലയിലേക്ക് ഈ വ്യവഹാരത്തെ ചുരുക്കാനും അവരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭരണപക്ഷത്തിനാണ് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഉള്ളത് ഈ നിമിഷങ്ങളിൽ. അങ്ങനെയല്ല. ഇവിടെ ഈ സാധാരണ കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ തങ്ങളുടെ ദൈനംദിന ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സാധാരണ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അത്തരം കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല. UDF സംബന്ധിച്ച് UDF ഞാൻ ഇത് നമ്മൾ ഇത്തരം ഒരു ചാനൽ ചർച്ചയിലാണെങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഭരണ നേതൃത്വം എന്തായിരിക്കണം? ഭരണ നേതൃത്വം റോൾ മോഡലായിരിക്കണം. ഭരണ നേതൃത്വം എപ്പോഴും വരാനിരിക്കുന്ന തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതായിട്ടുള്ള വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിരിക്കണം. നമുക്ക് അവർ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് വരും തലമുറകൾക്ക് അതെല്ലാം മാർഗനിർദ്ദേശകമായിരിക്കണം. കേരളത്തിലെ ഗവൺമെൻറ് എന്താണ്? ഉത്തരേന്ത്യയിലെ പല ഗവൺമെൻറ്റുകളിലും ഒരു പക്ഷേ നമ്മൾ പല മന്ത്രിമാരെ സംബന്ധിച്ച് ആയാറാം ഗയാറാം പോലെയോ അതല്ല എങ്കിൽ ഈ ഭരണത്തിൻ്റെ തണലിൽ അബദ്ധസഞ്ചാരം എന്ന് തന്നെ ഞാൻ പറയുന്നു. അത് വല്ലാതെ ആ വിധത്തിലുള്ള സഭ്യമല്ലാത്ത നിലയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവരും വഴിവിട്ട് സഞ്ചരിച്ചിട്ടുള്ളവരും അടക്കമുള്ള പല ആളുകളും ഉണ്ടായിരിക്കാം. പക്ഷെ കേരളം അങ്ങനെ ആയിരുന്നില്ല. കേരളം അങ്ങനെ ആകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. മുമ്പ് ചിലപ്പോഴെങ്കിലും മന്ത്രിസഭയിൽ അത്തരത്തിൽ ഏതെങ്കിലും മന്ത്രിക്കെതിരായി ഒരു ആരോപണം ഉണ്ടായാൽ ആ മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം ശരിയാണ്. പക്ഷേ ഈ വിഷയങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചില്ലല്ലോ. ഈ വിഷയങ്ങൾ ഇപ്പോൾ സോളാർ വിഷയമാകട്ടെ അല്ലെങ്കിൽ ബാർക്കോഴയാകട്ടെ, ഇത് പിന്നണിയിലേക്ക് നീങ്ങിപ്പോവുകയും മറ്റ് വിഷയങ്ങൾ മുന്നണിയിലേക്ക് വരികയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്? അല്ല. UDF ഒരു പക്ഷേ UDF മദ്യം എന്നുള്ള ആ 2 അക്ഷരത്തിൽ മാത്രം മുങ്ങിത്താഴാനായി ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. കേരളത്തിൽ ഒരിടത്തും ബാർ പൂട്ടിയിട്ടില്ല. മദ്യത്തിൻ്റെ വിതരണത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. മുമ്പും നമ്മളിവിടെ ചർച്ച ചെയ്തതും മറ്റ് ചാനലുകളിൽ ചർച്ച ചെയ്തതും സർക്കാരിൻ്റെ കണക്കുകളും അനുസരിച്ച് ഇവിടെ തന്നെ മദ്യം വിളമ്പുന്നതായിട്ടുള്ള മദ്യം നൽകുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ 3 അക്ഷരത്തിന് പകരം 4 അക്ഷരം എഴുതി വെച്ചിട്ട് ഇത് മദ്യമല്ല എന്ന് പറയാൻ പറ്റുമോ ഈ കൊടുക്കുന്നത്? ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ ഇത് മുഴുവൻ ആൽക്കഹോളാണ് എന്നുള്ളത്. ഇവിടെ പുതുതായി ബാറുകൾക്ക് അനുമതി നൽകിയത്, പുതുതായി 73 ഈ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചത്, ഇവിടെ 33 ക്ലബ്ബുകളിൽ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇതൊന്നും മദ്യമല്ല അല്ലേ? 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒഴുകുന്ന ഒന്നും മദ്യമല്ല. സമ്പന്നർ കഴിച്ചാൽ അതൊന്നും മദ്യമല്ല. വളരെ പണമുള്ള ആളുകൾ കഴിച്ചാൽ മദ്യമല്ല. ഈ മദ്യം കഴിക്കാൻ ആഗ്രഹമുള്ളവർ കൂടുതൽ പണം വാങ്ങി ഇത്തരത്തിലുള്ള ലഹരി പാനീയം ഉപയോഗിച്ചാൽ അത് മദ്യമല്ല. എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ മയക്കുമരുന്നുകളുടെ ദുരുപയോഗം അത് വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. തുടരുക ശ്രീ എ സമ്പത്ത്. ശ്രീ എ ഷുക്കൂർ, ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മദ്യത്തിലേക്ക് ചുരുക്കുക എന്നുള്ള ആഗ്രഹം UDF ഉണ്ടെങ്കിൽ അത് നടക്കുന്ന ഒന്നാണോ? മലയാളികളുടെ ഓർമ്മശക്തിയെ വളരെ ചെറുതാക്കി കണ്ടാൽ മാത്രമേ അങ്ങനെ വിശ്വസിക്കാൻ കാര്യമുള്ളൂ. കാരണം ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതികൾ, ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമല്ലോ. ഈ കൊള്ളയ്ക്ക് ഇനി കൂട്ടുനിൽക്കാനാകില്ല എന്ന് KPCC പ്രസിഡന്റിന് പറയേണ്ടി വന്ന സാഹചര്യം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. അവർ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനവും എടുത്തു കാണുമല്ലോ. അതുകൊണ്ട് മദ്യം എന്ന അജണ്ടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ ചുരുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം UDF പ്രതീക്ഷിക്കണോ? അഭിലാഷ്, ഞങ്ങൾ അങ്ങനെ മദ്യ നയം മാത്രം എടുത്തുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്? മദ്യം ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു നയമുണ്ടായ മദ്യത്തിൻ്റെ പേരിൽ ഒരു നയമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണത്. ആ തീരുമാനം എന്ന് പറയുന്നത് കടുത്ത തീരുമാനം തന്നെയായിരുന്നു.
730 ബാറുകൾ അടച്ചുപൂട്ടുമ്പോൾ എല്ലാം പൂട്ടിയിട്ടു പുനരധിവാസത്തിന്റെ പേരിൽ ബിയർ പാർലറുകളും വൈൻ പാർലറുകളും തുറന്നു കൊടുക്കുമ്പോൾ അത് ബാറ് തുറന്നതിന് തുല്യമാണെന്ന് സമ്പത്തിനെ പോലുള്ളവർ പറഞ്ഞാൽ ജനങ്ങളത് മനസ്സിലാക്കില്ല. യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. സമ്പത്ത് ഇങ്ങനെ ഒന്നും പറയുന്നത്, സമ്പത്തും ആനത്തലവട്ടം ആനന്ദനും ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി. അങ്ങനെയാണോ? യാഥാർത്ഥ്യം അതാണോ? 730 ബാറുകൾ അടച്ചുപൂട്ടി, 418 ബാറുകൾ 4 സ്റ്റാറിലേക്ക് കൊണ്ടുവന്ന് ബാർ എടുക്കാൻ നോക്കിയത് അവിടെ നിർബന്ധമായി ഇല്ലാതാക്കി. 10% ഔട്ട്ലെറ്റുകൾ ബിവറേജിന്റെ കുറച്ചു കൊണ്ടുവന്നു ഓരോ വർഷവും. ഇങ്ങനെ ഉപഭോഗം സമ്മതിച്ചു. അല്ല, ഉപഭോഗം കുറഞ്ഞിട്ടില്ല, അതാണ് പ്രശ്നം. ഒന്ന്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉപഭോഗം കുറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ഒരു ഭാഗത്ത്. അല്ല, കേൾക്കൂ ശ്രീ എ ഷുക്കൂർ, ഉപഭോഗം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഒരു ഭാഗത്ത്. രണ്ട്, ഈ മദ്യം എന്നുള്ള അജണ്ട മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ. ഞാൻ എന്റെ ചോദ്യത്തിൽ പ്രധാനമായും ഉന്നയിച്ചത് മറ്റു കാര്യങ്ങളൊക്കെ ഈ മദ്യത്തിന്റെ മുകളിൽ ജനങ്ങൾ മറക്കുമോ എന്നായിരുന്നു. കരുതൽ, വികസനം, ഇതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് പ്രചാരണ വിഷയം. ഇപ്പോൾ രാഷ്ട്രീയമായി വരത്തില്ല. ഇപ്പൊ അച്യുതാനന്ദൻ പറഞ്ഞത് യെച്ചൂരി പറഞ്ഞതിന് തുല്യമല്ലേ? പിണറായി പറഞ്ഞതിന് വ്യത്യസ്തമല്ലേ അച്യുതാനന്ദൻ പറഞ്ഞത്? എന്തേ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതല്ലേ പ്രധാന വിഷയം? കാനൻ രാജേന്ദ്രൻ പറയുന്നത് പിണറായി പറയുന്നതിന് വ്യത്യസ്തമല്ലേ മദ്യനയത്തിൽ? ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങളെന്താ സന്യാസം സ്വീകരിച്ച് UDF പോകണമെന്നോ? ആണോ? രാഷ്ട്രീയം സംസാരിക്കണ്ടേ, പ്രതികരിക്കണ്ടേ? അതെ, പ്രതികരിക്കണം. ശ്രീ എ സമ്പത്ത്, അല്ലെങ്കിൽ VM സുധീരന്, ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കാനുള്ള ആയുധങ്ങൾ ഇടതുപക്ഷം കൊടുത്തു എന്നുള്ളിടത്താണ് ഒരുപക്ഷെ ഈ പ്രചരണ രംഗത്ത് ഒരടി ഇടതുപക്ഷം പിന്നോട്ട് മാറുന്നത്. ഇന്ന് VS അച്യുതാനന്ദൻ പറയുന്നു സീതാറാം യെച്ചൂരി എന്തു പറഞ്ഞോ അതാണ് ഇടതുമുന്നണിയുടെ മദ്യനയം എന്ന്. UDF സർക്കാർ പൂട്ടിയ ഒരു ബാറും തുറക്കില്ല എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. അതിനുശേഷം പിണറായി വിജയൻ 2 ദിവസം മുൻപ് കൊല്ലത്ത് പറഞ്ഞത് സീതാറാം പറഞ്ഞ കാര്യം ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിഗണിക്കും, ആലോചിക്കും എന്നാണ്. സീതാറാം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വൈക്കം വിശ്വൻ പറഞ്ഞത് അക്കാര്യത്തിലുള്ള വസ്തുത, ബാറുകൾ പൂട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ എന്നാണ്. ഇങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത് അത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ആയില്ലേ? ഇവിടെ എന്തെങ്കിലും വിധത്തിലുള്ള കൺഫ്യൂഷൻ ശ്രീ ഷുക്കൂറിനെ പോലുള്ളവർക്കുണ്ട് എങ്കിൽ അവർ മുട്ടിപ്പായി പ്രാർത്ഥിക്കട്ടെ, അവരുടെ കൺഫ്യൂഷൻ തീർത്തു തരണമേ എന്ന്. ഞങ്ങൾക്കാർക്കും ഇത്തരം കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുമില്ല. ഞങ്ങളിത് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾക്കും ഇത്തരം കാര്യത്തിൽ, അവർക്കും ഇത്തരം ഒരു കാര്യത്തിൽ ഇരുട്ടിൽ തപ്പേണ്ടതായിട്ടുള്ള ഒരവസ്ഥയും ഉണ്ടാവുന്നില്ല. ഒന്ന്, CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യം അദ്ദേഹം ഇംഗ്ലീഷിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നതിന് വളരെ മുമ്പേ തന്നെ സഖാവ് പിണറായി വിജയൻ നവകേരള മാർച്ചിൻ്റെ വേളയിൽ പല ദിവസങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 31 ദിവസക്കാലം ആ നവകേരള മാർച്ചിൽ അതിൽ സ്ഥിരാംഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ കൃത്യമായി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നെക്കാൾ കൂടുതലായി സാക്ഷ്യപ്പെടുത്താൻ ഈ ചർച്ചയിൽ മറ്റാരും പങ്കെടുത്തവരില്ലല്ലോ. ആ നവകേരള മാർച്ചിൽ ആദ്യന്തം ഉള്ളയാളെന്നുള്ള നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നയം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റാണ്. ഒരു ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നത്. സഖാവ് സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ ഞാൻ മലയാളത്തിൽ ഇവിടെ തർജ്ജമ ചെയ്യുകയാണ്. ഇവിടെ എടുത്തിട്ടുള്ള നടപടികൾ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്, നയം എന്നല്ല പറഞ്ഞത്. ഒന്നുകൂടി വേണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പല മാധ്യമങ്ങളുടെയും ഞാൻ ആവർത്തിക്കുകയാണ്, അവിടെ പറഞ്ഞിട്ടുള്ളത് എടുത്ത നടപടികൾ എന്നുള്ളതാണ്, നയം എന്നല്ല പറഞ്ഞത്. ഇവിടെ UDFന്റെ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ നയമില്ല. ഞാൻ എല്ലാ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുന്നു, UDFന്റെ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ ഒരു നയമില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള വിഷയം, ഇവിടെ ശ്രീ സുധീരനും ശ്രീ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള തർക്കം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു നിമിഷം, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ LDFും UDFും ബാറും ബിയറും പറഞ്ഞ് തർക്കിക്കുമ്പോൾ നിങ്ങൾ അതിലൊരു കക്ഷി ചേരാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെയൊക്കെ ഇടയിൽ നിങ്ങളൊരു സ്പേസ് കണ്ടെത്തുന്നത് എവിടെയാണ്?
അല്ല, ഇതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ സുക്കൂർ പറഞ്ഞതും നമ്മുടെ സുഹൃത്ത് സമ്പത്ത് പറഞ്ഞതും കൂടെ വെച്ച് നോക്കാൻ പറയില്ല. ഒരു കാര്യം അവർ രണ്ടുപേരും ആലോചിച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് മറവി രോഗമൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ബാധിച്ചിട്ടില്ല. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുക്കൂർ പറഞ്ഞു, ഇവിടെ ഈ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും അറിയാമല്ലോ, കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി. ആദ്യം ബാർ അടച്ചു പൂട്ടിയപ്പോൾ തന്നെ ഇവരുടെ എക്സൈസ് സെക്രട്ടറിയെ വിട്ടിട്ട് എല്ലാ ബാറിൻ്റെയും അതിൻ്റെ ഗ്രേഡേഷന് വേണ്ടിയിട്ട് ആളിനെ അയച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കപ്പെടല്ലേ ഇടുത്തി പോലെ കോടതിയുടെ വിധി വന്നത്. അപ്പോൾ ആ കോടതിയുടെ വിധി വന്നില്ലായിരുന്നു. അങ്ങനെ കോടതി വിധി വരുന്ന അന്നുവരെയും ബാർ മുതലാളിമാരോട് പറഞ്ഞത് കോടതി അനുകൂലമായി വിധിക്കും, ഞങ്ങൾ അനുകൂലമായ നിലപാടെടുക്കും, നിങ്ങൾക്ക് ബാർ തുറന്നുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് അവസാനം കോടതി വിധിയാണ്, കോടതിയുടെ ഇടപെടലാണ് ഇന്ന് ഈ മദ്യനയം ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. പിന്നെ സമ്പത്ത് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. രണ്ട് മൂന്ന് ദിവസമായി പിണറായി വിജയനും അതുപോലെ VS അച്യുതാനന്ദനും ഫേസ്ബുക്കിലും അല്ലാതെയും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ. ഇന്നലെ അച്യുതാനന്ദൻ്റെ ഫേസ്ബുക്കിൽ വന്നത് വളരെ വലിയ ഉപദേശമാണ്. പാർട്ടി നേതാക്കന്മാർ എല്ലാം വളരെ ശ്രദ്ധിക്കണം, എതിരാളികൾക്ക് ആയുധമാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കരുത് പറഞ്ഞ അദ്ദേഹം ഇന്നെന്താ ഇട്ടയ്ക്കുന്നത്? ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യെച്ചൂരിയുടെ നയമാണ് എൻ്റെ നയം എന്ന് പറഞ്ഞ ആ വാർത്ത വീണ്ടും ആ വിഷയം വീണ്ടും എല്ലാവർക്കും അറിയാം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഈ മദ്യനയത്തിന്മേലാണോ, മദ്യനയത്തിന്റെ റഫറണ്ടമാണോ നടക്കുന്നത്? നമ്മുടെ ഈ ചർച്ചകൾ കേട്ടാൽ അങ്ങനെ തോന്നിപ്പോകും. പക്ഷെ അതിനപ്പുറത്ത് മറ്റു വിഷയങ്ങളൊന്നും പൊതുശ്രദ്ധയിൽ വലിയ തോതിൽ ചർച്ചയാകാതിരിക്കാൻ ഇത് ഉപകരിക്കുമോ UDF-നെ സംബന്ധിച്ച്? അല്ല, ഈ മദ്യനയം ഒരു വിഷയമാണെന്ന് ആരും പറഞ്ഞു. മദ്യനയം ഒന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. മദ്യം നിരോധിച്ചാൽ പോലും ആൾക്കാർ കള്ളവാറ്റുണ്ടാക്കി കുടിച്ച് മരിക്കാൻ ഉദ്ദേശിച്ചവർ മരിക്കും. അതിപ്പോൾ LDF മരിച്ചാലും UDF മരിച്ചാലും മദ്യപാനാസക്തി ഒന്നും നിർത്താൻ പോകുന്നില്ല. BJP കുമ്മനം രാജശേഖരനോ രാജഗോപാലോ കേരള മുഖ്യമന്ത്രി ആയാലും ശരിയാണ്, ഒരൊറ്റ കുടിയം പോലും കൂടി നിർത്താൻ പോകുന്നില്ല. വെറുതെ ഇതൊക്കെ പറഞ്ഞ് നേരം കളയാന്നുള്ളത് ഒരു കാര്യമില്ല. ഇവിടെ UDF സർക്കാർ ബഹുമാനപ്പെട്ട AK ആന്റണി, ചെറിയ ആളൊന്നുമല്ലല്ലോ, മഹാനായ AK ആന്റണി ചാരായം നിരോധിച്ചില്ലേ? ചാരായ നിരോധനത്തിന് വോട്ട് ചെയ്തു. അമ്മമാരെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ അമ്മമാരും പെങ്ങന്മാരൊക്കെ പോയിട്ട് വളരെ മനോഹരമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ഇല്ലേ? അപ്പോൾ അതിനേക്കാൾ വലിയ വിപ്ലവത്തിന് പിന്നെ സുധീരൻ്റെ മദ്യനയവും ഉമ്മൻചാണ്ടിയുടെ മദ്യനയവും രണ്ടല്ലേ? പിണറായിയുടെ മദ്യനയവും VS-ൻ്റെ മദ്യനയവും രണ്ടാണെന്ന് ഷുക്കൂർ പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചാൽ പോലും സുധീരൻ്റെ നയം എന്താണ്? ലോകത്തുള്ള എല്ലാ ബാറും പൂട്ടണം. ഉമ്മൻചാണ്ടിയുടെ നയം എന്താണ്? പൂട്ടും എന്ന് പറഞ്ഞിട്ട് തുറന്നു കൊടുക്കണം. ഇതെല്ലാവർക്കും അറിവുള്ളല്ലോ, കൊച്ചു കുട്ടികൾക്ക് വരിക. അതിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആർക്കും അറിയാൻ പാടുള്ളത്? അതിനൊക്കെ സൈദ്ധാന്തിക തലത്തിലാണ് നമ്മുടെ സുഹൃത്ത് സമ്പത്ത് നേരിടുന്നത്. എൻ്റെ സമ്പത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്നത്. KM മാണി എന്ന് പറഞ്ഞ മഹാനായ മന്ത്രി, 50 കൊല്ലം MLA ആയിരുന്ന ആൾ, 25 കൊല്ലം മന്ത്രി ആയിരുന്ന ആൾ, 1 കോടി രൂപ, നാണാവില്ല അയാൾക്ക്, 1 കോടി രൂപ 3 ഗഡുവായിട്ട് വാങ്ങിച്ചു. അപമാനകരമാണ്. കാശ് മേടിക്കണം. ഇതൊക്കെ ലീഗുകാരോട് ചോദിച്ച് മനസ്സിലാക്കണം. കോടിക്കണക്കിന് രൂപ അവർ വളരെ കണ്ണടച്ച് തുറക്കുന്നതുകൊണ്ട് മേടിക്കും. പേയ്മെൻറ്റ് ഇവിടെ അല്ല, ദുബായിലിരിക്കും നടത്തുക. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല മദ്യനയം. മദ്യനയം അല്ല വിഷയം. ഇവിടെ അഴിമതിയാണ് വിഷയം, കെടുകാര്യസ്ഥതയാണ് വിഷയം, വിലക്കയറ്റമാണ് വിഷയം. എല്ലാ സാധനങ്ങളുടെ വില കയറ്റുവാണത്തിന് തീ കൊടുത്തവർ കയറിക്കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റാണല്ലോ, മദ്യനയമല്ല. അത് ഈ ഡിസ്കോഴ്സിലേക്ക് വരുന്നുണ്ടോ? ശ്രീ A സജീവൻ, LDF-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ 5 വർഷവും വിലക്കയറ്റം ഇല്ലാതെ നോക്കും, ഒരേ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കും സർക്കാരിൻ്റെ ഷോറൂമുകൾ വഴി, ന്യായവില ഷോപ്പുകൾ വഴി എന്നുള്ളതാണ്. പക്ഷേ വിലക്കയറ്റം നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക്, അതായത് പൊതു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. ജനങ്ങൾ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് അഴിമതി. ഈ സർക്കാരാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആരോപണങ്ങൾക്ക് വിധേയമായ സർക്കാരാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ മൂർധന്യത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്കാൾ ഭരണപക്ഷം ആക്രമിക്കുന്ന വളരെ സവിശേഷമായ കൗതുകകരമായ ഒരു രാഷ്ട്രീയാവസ്ഥയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ അഴിമതി എന്നുള്ളത് ഏറ്റവും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ഇതുവരെ മാറാത്തത്? അത് LDF-ന്റെ പരാജയം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇത്രയും ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് UDF ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയുടെ പിന്നാലെ കൊത്തിയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. അവർക്ക് അവിടെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാനുള്ള ഈ അഴിമതിയുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് എത്ര കാര്യങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാമല്ലോ. ബാർക്കോഴ മുതൽ ഈ ഏറ്റവും ഒടുക്കം ഉണ്ടായിട്ടുള്ള ഇന്നിപ്പോൾ വന്നുള്ള കിനാലൂർ എസ്റ്റേറ്റിൻ്റെ പ്രശ്നം വരെ തുടർച്ചയായിട്ട് എത്ര സംഭവങ്ങളുണ്ട്. അതെല്ലാം ജനങ്ങൾക്കിടയിൽ പറയുന്നതിന് പകരം ഷുക്കൂറോ അല്ല മറ്റാരെങ്കിലും ഒക്കെ
ഈ ബാർക്കോഴയിൽ യെച്ചൂരി പറഞ്ഞാണോ ശരി, അല്ല മദ്യത്തിൻ്റെ കാര്യത്തിൽ യെച്ചൂരി പറഞ്ഞാണോ ശരി, VS പറഞ്ഞാണോ ശരി, പിണറായി പറഞ്ഞാണോ ശരി എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നിൽക്കുന്ന അവർ മുഴുവൻ സമയം ചെലവഴിക്കുന്നു. അതിനപ്പുറത്ത് തങ്ങൾക്ക് പറയാനുള്ളതിന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ UDF-നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആർജവം LDF-ന്റെ നേതാക്കന്മാരാരും ചെയ്യുന്നില്ല. ഇപ്പോൾ സമ്പത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ BJP വളരെ തന്ത്രപരമായിട്ടുള്ള മൗനത്തിലൂടെ ഈ തർക്കത്തിലൂടെ, ഈ മദ്യത്തിൻ്റെ നയത്തിൻ്റെ തർക്കത്തിലൂടെയും മറ്റു പല തർക്കങ്ങളിലൂടെ, അഴിമതിയുടെ തർക്കത്തിലൂടെയൊക്കെ വരുമ്പോഴും അതിൽ തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. അവർക്ക് ഇതുവരെ കിട്ടാതിരുന്ന പോലെ ഈ 2 സീറ്റ് കിട്ടിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ആ 2 സീറ്റിന് പുറത്ത് കിട്ടാൻ സാധ്യതയും കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു പ്രധാന പ്രശ്നമായിട്ട് അവർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ തങ്ങൾ ഉന്നയിക്കുന്ന ഈ അഴിമതി പ്രശ്നങ്ങൾ ഈ ഓരോന്നും എടുത്തിട്ട് മാണി മുതൽ ഈ അടൂർ പ്രകാശ് വരെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എടുത്തു ഉയർത്തി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് പകരം മദ്യത്തിന്റെ പിന്നാലെ പോകുന്നു. അതാണ് ശ്രീ എ സമ്പത്ത് നിരീക്ഷകർ കാണുന്നത്. ആക്രമിക്കേണ്ട നേരത്തെ പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങുന്നു. ഇവിടെ വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റിന് ഒരു പൊതുചർച്ചയിൽ പറയേണ്ടി വരുന്ന സാഹചര്യം പോലും അനുകൂലമാക്കാൻ കഴിയുന്നില്ല ഇടതുപക്ഷത്തിന് എന്നാണ് നിരീക്ഷണം. ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ഈ ചില മരണ വീടുകളിലടക്കം പോയിട്ട്, അതായത് ഇന്ന് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ കലാകൗമുദി വാരികയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഈ ചർച്ച തുടങ്ങിയ വേളയിൽ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. 25-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. സഭ നിർത്തിവെച്ച് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ഈ വെടിക്കെട്ട് ദുരന്തം പരവൂരിലുണ്ടായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് MPമാർ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനം, UDF-ന്റെ MPമാർ ഇതുവരെ പോയിട്ട് പോലുമില്ല, ഞാൻ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചുകൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ ചർച്ചയിൽ പറയുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ പത്മകുമാർ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം പത്മകുമാർ കൂടി അറിയാൻ പറയുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിച്ചതായിട്ടുള്ള ധനസഹായം പോലും ഇതുവരെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും, മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ കഴിയുന്നതായിട്ടുള്ള രോഗികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നീക്കിയിട്ടില്ല എന്നുള്ളതും, ഇവിടെ നിന്ന് ഒരു IAS-കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണത്രേ ഡൽഹിയിലേക്ക് അയച്ചത്. അവിടുത്തെ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് കുട്ടിയാലി കൊല്ലത്ത് പോയതുപോലെ കൊണ്ടുവന്ന് നിവേദനം കൊടുക്കാനായി പോയത്. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും, ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടും, പൊതുസമ്പത്തിൻ്റെ കൊള്ളയടി, 5 തലമുറക്കാലം കേരളീയർ അനുഭവിക്കേണ്ടുന്ന പൊതുസമ്പത്ത് 5 കൊല്ലം കൊണ്ട് കൊള്ളയടിക്കണം. ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വരുമ്പോൾ താങ്കളെപ്പോലുള്ള ആങ്കർമാർ അത്തരത്തിലുള്ള കാര്യത്തിൻ്റേത് ഒരു പ്രത്യേക വിഷയത്തെ എടുത്ത് അതിലേക്ക് ചുരുക്കി ചർച്ച കൊണ്ടുവന്നാൽ ആ ഒരു കാര്യത്തിന് മറുപടി പറയാതെ ഇത്തരം ഒരു വിപുലമായ കാര്യങ്ങൾ പറയാൻ എന്നെപ്പോലുള്ളവർക്ക് സമയവും സാവകാശവും അതിനകത്ത് ലഭിക്കുകയില്ല. എന്നെപ്പോലുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇത്തരത്തിൽ അജണ്ട തീരുമാനിച്ച് ആ അജണ്ടയുടെ ചർച്ച നടക്കുമ്പോൾ അജണ്ടയിൽ ഒതുങ്ങി നിന്നുകൊണ്ടേ ചർച്ച ചെയ്യാൻ പറ്റൂ. ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളത് പൊതുവേദികളാണ്. ആ പൊതുവേദികളും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വേദികളിലും പൊതുയോഗങ്ങളിലും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ചയുണ്ട് എങ്കിൽ ഇത് സംബന്ധിച്ച് LDF-ന്റെയും UDF-ന്റെയും പ്രകടന പത്രികകൾ നമുക്ക് ചർച്ച ചെയ്യാം. ബഹുമാനായ ശ്രീ ശുക്കൂറോടെ പറഞ്ഞതിൽ അദ്ദേഹം അറിയാതെ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്നുള്ളതിൻ്റെ ഏകദേശം ഇംഗ്ലീഷ് പരിഭാഷ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്താം. കറപ്ഷൻ ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ദ സോ കോൾഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എങ്കിൽ ഞാൻ അങ്ങേയറ്റം എതിർക്കുകയാണ്. വികസനമെന്ന പരിപ്രേക്ഷ്യത്തിൻ്റെ ഭാഗമാണ്, ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് വികസനമെന്ന് ഞങ്ങൾ പറയുന്ന വായ്ത്താരിയും ഒപ്പം അഴിമതിയും എന്ന് പറഞ്ഞാൽ അഴിമതിക്ക് വേണ്ടിയാണ് ഇവർ പറയുന്നതായ ഈ ചില വികസന സങ്കല്പങ്ങൾ. തുടങ്ങിയതൊന്നും പൂർത്തിയായിട്ടില്ല, പൂർത്തിയാവാതെ തന്നെ ഉദ്ഘാടനം നടത്തുകയാണ്, അതിൻ്റെ മാമാങ്കങ്ങളിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് BJP-യുമായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ പഴയ കോലീബി സഖ്യത്തിൻ്റെത് വടകര ബേപ്പൂർ മോഡൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. അതിലേക്ക് നമ്മൾ വരാം, അത് വേറൊരു വിഷയമാണ്. അതിനു മുൻപ് ഞാൻ ഇങ്ങനൊരു പദപ്രയോഗം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് താങ്കൾ ചോദിച്ചുവല്ലോ. ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ ദിവസങ്ങളിലൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? VS അച്യുതാനന്ദൻ പിണറായി വിജയന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണോ? എന്തുകൊണ്ടാണ് അദ്ദേഹം TP ചന്ദ്രശേഖരന്റെ വസതിയിൽ പോകാത്തത്? ഇനി മാരാരിക്കുളത്ത് തോൽപ്പിച്ചതുപോലെ മലമ്പുഴയിൽ തോൽപ്പിക്കാനാണോ ശ്രമം? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ആശങ്ക. CPIM-ലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നോ എന്നതിനപ്പുറത്ത് 5 കൊല്ലം ഭരിച്ചില്ലേ,
ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട്, ഇതാ നോക്കൂ ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ആത്മവിശ്വാസമില്ലേ കോൺഗ്രസിന്? അഭിലാഷേ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചും അതിനു വേണ്ടി 5 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിലെ ആ പ്രവർത്തനങ്ങളുടെ പൂർണ്ണത ചൂണ്ടിക്കാണിച്ചുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയിട്ടുള്ളത്. അത് ഇക്കാലം ഈ 70 ദിവസത്തിൽ ഇനി 24 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ പറഞ്ഞ ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ദിവസങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്തത് ഈ ജോലിയാണ്. ഇനി 24 ദിവസം കൗണ്ട് ഡൗൺ പോവുകയാണ്. ഈ 24 ദിവസത്തിനോട് അടുക്കുന്ന സമയത്ത് യെച്ചൂരിയുടെ ഭാഗത്തു നിന്നുണ്ടായ വ്യത്യസ്തമായ ഒന്ന് അല്ല, ഇതിൽ ശ്രീ ഷുക്കൂർ യെച്ചൂരി എന്ന് പറയുന്നു, വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നു, പിണറായി വിജയൻ എന്ന് പറയുന്നു, ഇവരൊക്കെ പറയുന്നതിൽ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം 5 വർഷം ഭരിച്ച ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കാണിക്കേണ്ട ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ആ ആത്മവിശ്വാസം എവിടെ? ഞങ്ങളാരുമല്ല ഇത് ഉന്നയിച്ചത്. ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് ആരാ ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത്? ശ്രീ പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ, അതിൽ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകനുള്ള മറുപടി എന്തായിരുന്നു? ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അച്യുതാനന്ദനെതിരായുള്ള പ്രമേയം. ഇത് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യണ്ടേ? അല്ല, ശ്രീ എ ഷുക്കൂർ, സിപിഐഎമ്മിൽ മൂപ്പിലമ തർക്കം ഉണ്ട് എങ്കിൽ അതുമാത്രം പറഞ്ഞുകൊണ്ടാണോ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്? ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ 3 നേതാക്കൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണോ? സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ 8 ദിവസം ചർച്ച ചെയ്തില്ലേ ഷുക്കൂറെ? കെ ബാബു, അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ് 2 കാട്ടുകള്ളന്മാർക്ക് സീറ്റ് കൊടുക്കണോ വേണ്ടോ? സീറ്റ് കൊടുത്തില്ലേ ഞാൻ കുത്തിച്ചാവും, AICC-യിൽ കെട്ടിത്തൂക്കിച്ചാവും പറഞ്ഞില്ലേ? എന്ത് വൃത്തിയാണ് നിങ്ങൾ ഈ പറഞ്ഞത്? 20 ദിവസം അല്ലല്ല, ഞങ്ങളുടെ പാർട്ടി 20 അല്ല 200 ദിവസം സ്ഥാനാർത്ഥി ലിസ്റ്റ് ചർച്ച ചെയ്യും. ഒരു തർക്കവും ഇല്ല. ഇത് ജനാധിപത്യ പാർട്ടിയും അടിച്ചേൽപ്പിക്കുന്ന പാർട്ടിയുമല്ല, അടിച്ചമർത്തുന്ന പാർട്ടിയല്ല, ഉന്മൂല സിദ്ധാന്തം നടപ്പാക്കുന്ന പാർട്ടിയല്ല. ഇത് ഞങ്ങളൊന്ന് ജയശങ്കർ വക്കീൽ കേൾക്കണം. 20 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയല്ലോ അച്യുതാനന്ദനെതിരെയുള്ള നടപടി. ശ്രീ ജെ ആർ പത്മകുമാർ, താങ്കൾക്ക് എന്തോ പറയാനുണ്ട്. ഒന്ന്, താങ്കളുടെ പാർട്ടി നേരിട്ട ആരോപണം ഇങ്ങനെ ഒരു ചർച്ച ഇടതും വലതുമായി നടക്കുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് കോലീബി സഖ്യമുണ്ട് എന്നാണ്. അതായത് കോൺഗ്രസും BJP-യും തമ്മിൽ തന്ത്രപരമായ ഒരു സഖ്യം എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ശ്രീ സമ്പത്ത് പറയുന്നു. എനിക്കറിയില്ല. അല്ല, ഇവർ രണ്ടുപേരും കൂടി ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ്. ഇവർ രണ്ടുപേരും മറുപടി പറയേണ്ടത് കഴിഞ്ഞ 60 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. മീഡിയയിലെ പേരാവൂരില് ആഹാരത്തിന് വേണ്ടിയിട്ട് 2 പട്ടികജാതി കുട്ടികള് മാലിന്യങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നത് കണ്ടു. ഇന്നത്തെ ഒരു പത്രത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു പെൺകുട്ടി ആഹാരമില്ലാതെ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഇത് പ്രകടന പത്രികയിലുണ്ടോ? ഒന്ന് പറയട്ടെ. ഇത് കാണാൻ ഇവർക്ക് ഒന്നും കണ്ണില്ല. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 9% വരുന്ന പട്ടികജാതിക്കാരിൽ അവർക്ക് 2.8% അവർ ഭൂമി കൈകാര്യം ചെയ്യുന്നത്. അതിൽ തന്നെ 99% 1 ഹെക്ടറിന് താഴെയാണ് ഭൂമിയുള്ളത്. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഭൂരഹിത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് 1 സെന്റ് ഭൂമിക്ക് വേണ്ടി 3.5 ലക്ഷം ആളുകൾ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അവർക്ക് പറയാൻ എന്താ? ഇവർ കോലീബി, BJP സഖ്യം, ഇതൊക്കെ ഇവർ തങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാന്ധവം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി. ഈ സമ്പത്ത് പറഞ്ഞതുപോലെ നേമത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശിവൻകുട്ടിയുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ശിവകുമാറിന്റെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കോട്ടയത്ത് വളരെ പ്രഗത്ഭരായ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് 1ാം സ്ഥാനത്ത് വന്നപ്പോൾ തിരുവഞ്ചൂരിനെതിരെ നിർത്തിയിരിക്കുന്നത് റജി സക്രിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിനെ നിർത്തിയിരിക്കുന്നത് തന്നെ TP ചന്ദ്രശേഖരൻ കേസിൽ ഈ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ,
പി ജയരാജൻ ഉൾപ്പെടെ മാർക്സിസ്റ്റ് നേതാക്കന്മാരെ സഹായിച്ചതിന്റെ പാരിതോഷികം എന്നുള്ള നിലയിലാണ്. അങ്ങനെ കേരളത്തിലെ ഓരോ മണ്ഡലം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ബാബുവിനെതിരെ മത്സരിപ്പിച്ചിരിക്കുന്ന ആളുകളെ പേര് പരിശോധിച്ച് നോക്കൂ. അപ്പൊ ഇതെല്ലാം ഇവര് തമ്മിൽ താങ്കൾ കോലീബി സഖ്യം എന്ന് ആരോപിച്ചപ്പോൾ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നു, നിങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇതിനൊന്നും വസ്തുത ഉണ്ടായിരിക്കില്ല. എന്തായാലും താങ്കൾ ഉന്നയിച്ച ആരോപണത്തിന് അതേ നാണയത്തിൽ മറുപടി കിട്ടിയിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ എൻ്റെ ചങ്ങാതി ശ്രീ അഡ്വക്കേറ്റ് പത്മകുമാറിൻ്റെ പേര് ഈ തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ 3 മണ്ഡലങ്ങളിലും പത്മകുമാറിൻ്റെ പേര് വന്നിട്ട് പത്മകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാതെ വേറെ പലരും സ്ഥാനാർത്ഥിയായി വന്നു. ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടന്ന ഞാൻ ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് കളിയെല്ലാം തന്നെ അത് ഒരുപാട് പേര് ആരാധനയോടെ നോക്കുന്നുണ്ട്. അവരോടെല്ലാം എനിക്ക് സ്നേഹം തന്നെ. അദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് താരമായി തന്നെ വളരുകയൊക്കെ ചെയ്യട്ടെ. പക്ഷേ എൻ്റെ ചങ്ങാതി പത്മകുമാറിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ളതിനെ പറ്റി പത്മകുമാർ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പത്മകുമാർ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ. നമ്മൾ നല്ല ചങ്ങാതിമാരും നമ്മളിവിടെ നമ്മുടെ കോടതിക്ക് അടുത്താണല്ലോ ഈ സ്റ്റുഡിയോ. നമ്മളൊന്നുമില്ലെങ്കിൽ ഇനി അഭിഭാഷകരായി ജയശങ്കറിനെ പോലെ തന്നെ തുടരേണ്ടവരല്ലേ. അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രായത്തിൽ കുറവായിട്ടുള്ള, അനുഭവ സമ്പത്തിൽ കുറവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ മുതിർന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് തെറ്റിച്ച ഒരുത്തനാണ് ഞാൻ. 1996 ബഹുമാന്യനായ ശ്രീ തലേക്കുന്നിൽ ബഷീറിനെതിരായി മത്സരിച്ച് 49,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചിറയൻകീഴിൽ നിന്ന് ഞാൻ ജയിക്കുകയാണ്. എനിക്കന്ന് വയസ്സ് 32 ഉള്ളൂ. ഞാൻ ഇന്നും ശ്രീ തലേക്കുന്നിൽ ബഷീറിനെ ബഹുമാനിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള സത്യസന്ധരായിട്ടുള്ള, വളരെ മാന്യന്മാരായിട്ടുള്ള, ആദരണീയരായ നേതാക്കന്മാരിൽ ഒരാളെയാണ് അദ്ദേഹം. MLA ആയിരുന്നു, രാജ്യസഭാംഗമായിരുന്നു, ലോക്സഭാംഗമായിരുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കെതിരായി CPIM വെറും ഒരു ബ്രാഞ്ച് അംഗമാണോ, ഒരു നിക്കറിട്ട ചെറുക്കനാണോ എനിക്കെതിരായി മത്സരിക്കാൻ വരുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങനൊരു ചോദ്യം ആരോടും ചോദിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക, കോൺഗ്രസിൻ്റെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള വലിയ നേതാക്കന്മാരെന്ന് കോൺഗ്രസ്സുകാർ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്ന നേതാക്കന്മാർ യുവജനങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ അടിപതറുന്നതായിട്ടുള്ള കാഴ്ച. വലിയ ഗോളിയാത്തിനെ ചെറിയ ദാവീദ് ഒരു കവണയുമായി നിന്ന് എങ്ങനെയാണോ നേരിട്ടത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അപ്പോൾ ബോധ്യപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രാധാന്യം, കോലീബി സഖ്യം എന്നൊക്കെയുള്ളത് അന്തരീക്ഷത്തിലുള്ള ഒരു ആരോപണമാണെങ്കിൽ അതിന് കുറെ കൂടി പ്രാധാന്യമുണ്ട്. 2 മുന്നണികളിലും തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ തർക്കത്തിനൊന്നും പ്രസക്തിയില്ല. റിബൽ ശല്യം താരതമ്യേന കോൺഗ്രസിനെ സംബന്ധിച്ച് കുറവാണ് താനും. ആ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഘടകമായി എത്രാം സ്ഥാനത്ത് വരും? സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ നിലക്ക് 60% ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റാണ്. പിന്നെ ഈ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഒരുപക്ഷെ തളിപ്പറമ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പയ്യന്നൂരൊക്കെ ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ മഹത്വം വലിയ പ്രധാനമായിട്ട് വന്നൊന്നും വരില്ല. അത് ഒഴിച്ചാൽ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ വേങ്ങര പോലെയുള്ള മണ്ഡലം ആ ഒരു കോട്ടയിൽ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സ്ഥാനാർത്ഥി. ഇപ്പോൾ അങ്കമാലിയിൽ കഴിഞ്ഞ തവണ നോക്കിയാൽ ജോണി നെല്ലൂർ സ്ഥാനാർത്ഥിയോട് വന്നപ്പോൾ കോൺഗ്രസ്സുകാരെ നിസ്സഹരിച്ചു. ജോസ് തെറ്റയിൽ നാട്ടുകാരനായിട്ട് വിജയിച്ചു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഇടതുപക്ഷക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് പറവൂർ. അവിടെ സ്ഥിരമായിട്ട് VD സതീശൻ ജയിക്കും. പഴയ പറവൂരില്ല, ഇപ്പോഴത്തെ പറവൂർ വലിയ മാർക്സിസ്റ്റ് കോട്ടയാണ്. മാർക്സിസ്റ്റ് CPI-ക്കാർക്ക് മാത്രം മേൽക്കോയ്മയുള്ള. തൃപ്പൂണിത്തുറ എടുത്താൽ മതി. പഴയ തൃപ്പൂണിത്തുറ തന്നെ ഇടതുപക്ഷമാണ്. പുതിയ തൃപ്പൂണിത്തുറ ഭയങ്കര ഇടതുപക്ഷമാണ്. പക്ഷേ എന്ത് ചെയ്യാം, അതാണ് പ്രശ്നം. പെരുമ്പാവൂർ UDF മണ്ഡലമാണ്, പക്ഷേ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നു. വൈപ്പിൻ UDF മണ്ഡലമാണ്, അവിടെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി ജയിക്കുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഇടതുപക്ഷക്കാർ നിർത്തിയ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്, കോൺഗ്രസ്സുകാർ നിർത്തിയ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഇൻഡിവിജ്വലായിട്ട് വരാൻ പറ്റില്ല. പക്ഷേ സംസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ സമ്പത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പത്മകുമാറിന് എന്തുകൊണ്ട് സീറ്റ്? പത്മകുമാറിന് ക്രിക്കറ്റ് കളിക്കാറില്ല, അദ്ദേഹത്തിന് കബഡി കളിക്കാനേ അറിയുള്ളൂ. ഇപ്പം കബഡിക്ക് സ്കോപ്പില്ല, അതുകൊണ്ട് സീറ്റ് കിട്ടിയില്ല. ശ്രീ പത്മകുമാർ, പരിഹാസമാണ്, താങ്കളെ വ്യക്തിപരമായല്ല, മറിച്ച് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത 4 അസംബ്ലി സെഗ്മെന്റുകളിൽ ഒന്നായ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു പാർട്ടിക്കാരനാകാതെ ദുർബലനെന്ന് ആക്ഷേപിക്കപ്പെടുന്ന, ദുർബലനെന്ന് എനിക്ക് അഭിപ്രായമില്ല, ആക്ഷേപിക്കപ്പെടുന്ന ഒരാളായത് എന്തേ എന്നുള്ള ചോദ്യമാണ്, എന്നുള്ള പരിഹാസമാണത്. അല്ലല്ല, അതിന് ഒരു പ്രസക്തിയുമില്ല. കാരണം
ഓരോ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, വീണ ജോർജിന് എത്ര രാഷ്ട്രീയ പാരമ്പര്യമുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായുള്ളത്, നികേഷിന്റെ നിലപാടുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നികേഷിനോടുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ മലയോര കർഷക സമിതി ഇപ്പോൾ ഒരു തർക്കം വന്നൊരു സീറ്റുണ്ടല്ലോ കോഴിക്കോട്, അവിടെ ആരെയാണ് സ്ഥാനാർത്ഥി LDF ആക്കിയിരിക്കുന്നത്? ജാതിയും പദവും നോക്കി പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പല ഘടകങ്ങളുമുണ്ട്. അതിൽ ഏരിയ സെക്രട്ടറി അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച MLA ആയ ആളാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല, അവിടെയൊക്കെ നിർത്തിയത് പാർട്ടിയുടെ ബലം നോക്കിയിട്ടല്ല, ജാതിയും മതവും നോക്കിയിട്ടൊക്കെ പല രീതിയിലൊക്കെ ഈ ഇടതുമേൽ UDF LDF സ്ഥാനാർത്ഥികൾ നിർത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയക്കാർ മാത്രമേ മത്സരിക്കാവൂ എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. നേരത്തെയും BJPയിലെ എത്രയോ ആളുകൾ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്. സിദ്ധു ഉൾപ്പെടെ മത്സരിച്ചിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ 7 പേരെ MP-മാരാക്കിയതിൽ കലാകാരന്മാരുണ്ട്, സ്പോർട്സ് താരങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കും. അതിലൊരു തെറ്റുമില്ല. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ എ സജീവൻ ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉഴുതുമറിച്ച ഒരു കേരളമാണ് വിധി എഴുതുന്നത്. മുൻപില്ലാത്ത വണ്ണം ഒരു മൂന്നാം ശക്തിയുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുമാതിരി കേരളത്തിന്റെ വിധിയെഴുത്ത് പൂർണ്ണമായും രാഷ്ട്രീയമായിരിക്കും എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ, അതോ മറ്റ് ഘടകങ്ങളായിരിക്കുമോ വിധി നിർണ്ണയിക്കുക? തീർച്ചയായിട്ടും കേരളത്തിൽ നിലപാടെടുക്കുന്ന എപ്പോഴും ജനങ്ങൾ രാഷ്ട്രീയമായി തന്നെയാണ്. പക്ഷെ ഇത്തവണയുള്ളത് അതിൻ്റെ സാമുദായികമായിട്ട് അതിൻ്റെ നിറം ചാർത്താനുള്ളൊരു ശ്രമമുണ്ട്. അതെത്രമാത്രം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം BJPക്ക് കിട്ടുള്ള ശക്തിക്ക് അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിലുള്ള BDJSന് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം പലതവണ ശ്രമിച്ചിട്ട് പോലും രാഷ്ട്രീയത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ രാഷ്ട്രീയമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. അതൊക്കെ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉള്ളത്. അത് അങ്ങനെ പരാജയപ്പെടാതിരിക്കാനാണ് ഈ NSSന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ സമദൂരം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആര് ജയിച്ചാലും സമദൂരത്തിൻ്റെ വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. ഇവിടെ അല്ല, വെള്ളാപ്പള്ളി പലപ്പോഴും ആരെയൊക്കെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞോ അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് BJPക്ക് ആ രീതിയിലൊരു സാമുദായിക കളർ കൊടുത്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു രീതിയിൽ അവർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീശാന്തിൻ്റെ കാര്യം പറഞ്ഞു. തിരുവനന്തപുരത്ത് ശ്രീശാന്തിനെ മത്സരിപ്പിച്ചത് അത് രാഷ്ട്രീയ തന്ത്രം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത്ര ഏതാണ്ട് നല്ലൊരു വോട്ടോടുകൂടി നിൽക്കുന്ന സ്ഥലത്ത് ശ്രീശാന്തിനെ പോലുള്ളൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നിട്ട് അത് വോട്ടാക്കി മാറ്റുകയും ജയിപ്പിക്കുകയും ചെയ്യുക എന്നൊരു തന്ത്രമായിരിക്കാം. ആ ഒരു തന്ത്രത്തെ നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള തന്ത്രങ്ങൾ മെനയുക എന്നല്ലാതെ ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു സാമുദായിക രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ശ്രമം നേരത്തെ പറഞ്ഞ ഒരു കൂട്ടുകെട്ടിൻ്റെ ശ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ അത് എൻ്റെ നാടായിട്ടുള്ള ബേപ്പൂരിൽ 3 വാർഡുകളിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു മാറ്റം ഉണ്ടായി. അത് ന്യൂനപക്ഷ വോട്ടുകളാണ്. അപ്പോൾ ഒരു ഭൂരിപക്ഷ വോട്ടുകൾ എവിടെയെങ്കിലും കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോൾ തിരിച്ചൊരു ഒഴുക്കുണ്ടാവും. ആരോപണത്തിന് കോൺഗ്രസ് കൂടി മറുപടി പറയേണ്ടതായതുകൊണ്ട് താങ്കൾക്കൊരവസരം കൂടി. ഏതെങ്കിലും തരത്തിൽ BJPയുമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായാൽ മറുവശത്ത് വലിയ കേന്ദ്രീകരണം നടക്കും UDFനെതിരായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ LDFന് അനുകൂലമായത് ഇവിടെ ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം UDF കാണിക്കുമെന്ന് കരുതണമോ? അഭിലാഷേ, ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്. ഞാൻ ആ ജില്ലയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തനവും ആ പ്രദേശത്ത് സജീവമായി നടത്തുന്നയാളാണ്. ഈ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയുണ്ടായി. അത് യാഥാർത്ഥ്യവുമാണ്. കണിച്ചുകുളങ്ങര ദേവസ്വം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ CPM പാനൽ എല്ലാ കാലഘട്ടത്തിലും മത്സരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ CPMക്കാർ വീട്ടിൽ കയറ്റാതെ സമരവും ചെയ്തിട്ടുണ്ട്. അച്യുതാനന്ദനാണ് അതൊരു കാലഘട്ടത്തിൽ ഒത്തുതീർപ്പാക്കിയത്. നിരന്തരമായി ഈ തവണയും ദേവസ്വത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ CPM പാനൽ നോമിനേഷൻ കൊടുത്തു. ശ്രീ ഗോവിന്ദ മാഷിൻ്റെ നേതൃത്വത്തിൽ കൂടിയ ജില്ലാ CPM കമ്മിറ്റി അവരെ അതിൽ നിന്ന് പിൻവലിപ്പിച്ചു. അവർ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ് BDJSുമായി. നിങ്ങൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളിയുടെ പാർട്ടി
കുട്ടനാട്ടിൽ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥി സുഭാഷ് വാസുവിനെ സഹായിക്കണം. പകരം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും സുധാകരനെയും ഐസക്കിനെയും സഹായിക്കണം. തിരിച്ച് കോലിബി സഖ്യം പറഞ്ഞ നിങ്ങൾ ഈ യാഥാർത്ഥ്യം കൂടെ കാണണം. അതിനൊരു മറുപടി ശ്രീ എ സമ്പത്ത് വളരെ ചുരുക്കി, എനിക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? വളരെ ചുരുക്കി ശ്രീ എ സമ്പത്ത്. CPM പ്രതികരിച്ചില്ല. ഇദ്ദേഹം പറയുന്ന കാര്യത്തിന് ഞാനിതിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഈ CPIM-ന് ഈ അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റികളിലുമെല്ലാം CPIM-ന്റെ പാനൽ പോയി മത്സരിക്കാറൊന്നുമില്ല. എൻ്റെ അറിവിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം നാളിതുവരെ ഞാൻ സഹകരണ സ്ഥാപനത്തിൽ മത്സരിച്ചിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക്, കോർപ്പറേഷനിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിവുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുന്നത് കേരളത്തിൽ നമ്മുടെ സഹകരണ മേഖലയിലടക്കം രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ശരി. ഈ ഇത്തരത്തിൽ ഈ അമ്പലത്തിലും ആരാധനാലയങ്ങളിലും മത്സരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് CPIM-ന്റെ പാനൽ CPI മത്സരിക്കാൻ തീരുമാനിക്കുന്നു, CPI മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് പൂർണ്ണമായി അവാസ്തവമാണ്, ഇത് പൂർണ്ണമായി സത്യവിരുദ്ധമാണ്. രണ്ട്, CPIM-ന്റെ കമ്മിറ്റികൾ കൂടുന്നുവെങ്കിൽ CPIM-ന്റെ കമ്മിറ്റികൾ കൂടുന്നതും അവിടെ എടുക്കുന്ന തീരുമാനവും അത് ഞങ്ങളെ സംബന്ധിച്ചാണ് ബാധകം. അതല്ലാതെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കല്ല അത് ബാധകമായിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളെപ്പറ്റി ഇത് ഇങ്ങനെ കുത്തിപ്പറഞ്ഞ് വല്ലാതെ വേവലാതിപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. ഇവിടെ BJP-യുമായി ബന്ധത്തിൽ BJP-യുമായി NDA-യുമായി അങ്ങനെ കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായും എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയും വരെ അതിരൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിന്റെയൊക്കെ മെറിറ്റ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. വളരെ നന്ദി ശ്രീ എ സമ്പത്ത്, ശ്രീ എ ഷുക്കൂർ, ശ്രീ JR പത്മകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ എ സജീവൻ.